പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ വെറും ചെലവ് എന്തിന് എന്ന ഒരു ചോദ്യത്തോട് അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ബഥാനിയയിലെ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ യേശു ആയിരിക്കുന്നു. അവിടെ ഒരു സ്ത്രീ കടന്നു വരുന്നു. വെങ്കൽ ഭരണി തൈലം കർത്താവിൻ്റെ തലയിൽ പൂശുന്നു. അതാണ് അതിൻ്റെ പശ്ചാത്തലം. പക്ഷേ ആ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടു, സമാധാനത്തോടെ പോയി. അവിടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു. പക്ഷേ ശിമോൻ ആ രോഗത്തോടു കൂടി തന്നെ അങ്ങനെ ഇരുന്നു. അവനൊരു വിടുതലുണ്ടായില്ല. കാരണം യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ഒന്നും കർത്താവിനെ അവൻ ശുശ്രൂഷിച്ചില്ല. പ്രിയരെ, വേദനിക്കുന്ന ജീവിതങ്ങൾക്ക്, അശരണർക്ക്, ദുഃഖിതർക്ക്, മനം തകർന്നവർക്ക് ഒക്കെ യേശു മതിയായവനാണ്. യേശു കൂടെയുണ്ട്. ഇന്നും യേശുവിൻ്റെ ആ സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മൾ അനാഥരുമല്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ അനാഥനാണ്. അല്ല, കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നാണ്, അല്ലേ? അപ്പോൾ അടുക്കലുണ്ട്. ആരെല്ലാം മാറിപ്പോയാലും അടുക്കലുണ്ട് കർത്താവ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ട് കടന്നു പോകുമല്ലേ, മരണപ്പെട്ടു പോകും. അവരെ ശവക്കുഴി വരെ നമ്മൾ നിഗമിക്കും. അത് കഴിയുമ്പോൾ പിന്നെന്ത് ചെയ്യും? ഒറ്റയ്ക്കേറ്റവർ. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഏകയാണ്, ഒറ്റയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഏകനല്ല, കർത്താവ് കൂടെ ഇല്ലേ? ഉണ്ടല്ലോ. സ്തോത്രം. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. കർത്താവ് കൂടെയുള്ളിടത്തോളം നമ്മുടെ കർത്താവിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് മനസ്സലിഞ്ഞ ദൈവം, കരയുന്ന കണ്ണുകൾക്ക് മനസ്സലിയുന്ന ദൈവം, മനം തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം കേട്ടോ. അവൻ കൂടെയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ വെറും ചിലവ് എന്തിനെന്ന്. ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ ഒരാൾ ചോദിച്ചു, ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാണ്? പക്ഷേ എൻ്റെ അവസാന ദിവസം വന്നപ്പോൾ വലിയ വിടുതൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കൊള്ളാൻ, നല്ലതായിരിക്കും. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയൊക്കെ വേണം. വിടുതൽ നടക്കണം. ദൈവിക പദ്ധതികളുടെ പ്രവർത്തികൾ നടക്കണം, അല്ലേ? അങ്ങനെ നടക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മതി. ദൈവമല്ലയോ ചെയ്യും. ആരെയും ശാസിക്കാനോ ഗുണദോഷിക്കാനോ അവരുടെ രക്തത്തെളിഞ്ഞ സ്വഭാവം മാറ്റാനൊന്നും നമ്മൾ പോകണ്ട. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താൽ മതി. നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. നമ്മളിലൂടെ വെങ്കൽ ഭരണി തൈലം പൂശിയത്, കർത്താവിനെ പൂശിയതുപോലുള്ള ശുശ്രൂഷ നമുക്കും ചെയ്യാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. ആമേൻ.